മുള്ളാത്ത ട്രൈ ചെയ്ത് ചീറ്റിപ്പോയ സ്ഥിതിക്ക് ഞാൻ അതിൻ്റെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞ് നല്ല കിരികിരിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്തെടുത്താലോ? എന്താണെന്നറിയില്ല, എനിക്കിത് കളയാനൊരു മനസ്സ് വന്നില്ല. പിന്നെയുണ്ടല്ലോ, എനിക്ക് ചട്ടിയിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഒരു വേറെ തന്നെ ഫീല് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യണേ. പണ്ടൊക്കെ ഞാൻ അമ്മയുടെ കൂടെ ഷോപ്പിങ്ങിന് പോയാൽ പാത്രങ്ങളുള്ള കടയിൽ കയറിയാൽ പിന്നെ അമ്മ അവിടുന്ന് വരില്ല. വാങ്ങിയില്ലേലും അതൊക്കെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴൊക്കെ എനിക്ക് ആ കടയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നായിരിക്കും. പക്ഷേ കാലം കുറേ കഴിഞ്ഞ് ഞാനൊരു വീട്ടിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഒരു ഭംഗിയുള്ള പാത്രം കണ്ടാൽ അപ്പം ഞാൻ അങ്ങോട്ടേക്ക് ഓടും. പറഞ്ഞ് പറഞ്ഞ് വിശക്കാൻ തുടങ്ങി ഗൈസ്. എന്നാൽ പിന്നെ ഡിന്നർ കുറച്ച് നേരത്തെ ആക്കാം അല്ലേ? ഞാനൊരു ഓംലെറ്റും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഓർക്കും, ഈ മുട്ട ഒരു സംഭവം തന്നെയെന്ന്. വീട്ടിൽ വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ വേറെ ഒന്നുമില്ലെങ്കിൽ സൈഡായിട്ടൊരു മുട്ട ഉണ്ടെങ്കിൽ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ. ചോറും വെള്ളരിക്ക കറിയും ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റംസൊക്കെ റെഡിയാണ്. നല്ല ഉണ്ട് കേട്ടോ. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.